എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ ഓൾറെഡി ഞാനൊരു ബാഗ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ കല്യാണം ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കുട്ടി ഗിഫ്റ്റ് കൂടി കൊടുക്കാമെന്ന്. അങ്ങനെ സാരി വാങ്ങാൻ വേണ്ടിയിട്ട് കസവ് കേന്ദ്രയിൽ വന്നതാണ് കേട്ടോ. പിന്നെ ആദ്യം എനിക്ക് ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു കേരള സാരി വാങ്ങാമെന്ന്. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഓൾറെഡി എനിക്കും സാരികളൊക്കെ വാങ്ങാറ്. അപ്പം ഈ ഒരു സാരി വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇത് വാങ്ങണ്ട, ഈ ഒരു ടിഷ്യൂ സാരി വേണ്ടാന്ന്. അങ്ങനെ നമ്മൾ പിന്നെയും നോക്കിയപ്പം ചെക്സിൽ, അതായത് സ്ട്രൈപ്സ് വരുന്ന ടിഷ്യൂ സാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സാരിയാണ് വാങ്ങിയത്. ഇത് വന്നിട്ട് വിത്ത് ബ്ലൗസാണ്. മറ്റേത് വാങ്ങാതിരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അമ്മ പറഞ്ഞത് ഭയങ്കര ഒരു ഡിമ്മായിട്ട് ഇതിങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്യാൻ മാത്രം തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ സാരി വാങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എടുത്തതേ ഉള്ളൂ. പിന്നെ സാരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അവർ നമുക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ താഴേക്ക് വന്നിട്ട് വേഗം തന്നെ ബില്ലൊക്കെ അടച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം. അപ്പോഴേക്കും അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നു. പക്ഷേ ആ പാക്ക് ചെയ്ത് തരുന്നതിന് മുന്നേ കുറച്ചൊരു വെയിറ്റിംഗ് ടൈം ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ കുറേ നല്ല മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി നോക്കി. കാരണം കുറേ ആയി ഞാൻ മെറ്റീരിയലൊക്കെ എടുത്തിട്ട്. അങ്ങനെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള അങ്ങനെ പരിപാടികളൊന്നും ഈ അടുത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ മെറ്റീരിയൽ കുറേ ആയി എടുത്തിട്ട്. അങ്ങനെ ഞാൻ നല്ലോണം അതൊക്കെ നോക്കി. കാരണം നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. പക്ഷേ വാങ്ങിയില്ല കേട്ടോ. പിന്നെ അതൊക്കെ നോക്കി നിൽക്കുമ്പോഴേക്കും സാധനം കിട്ടി. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി.